എടോ ഈ ലോകം മുഴുവൻ നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും നമ്മൾ പരാജയപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. പരാജയം എന്നൊരു വാക്കു നമ്മുടെ നിഘണ്ടുവിൽ പോലും പാടില്ല. അതേത് നിഘണ്ടുവാണെന്ന് പ്രസിഡന്റ് ഒന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ എന്ത് കാര്യത്തിൽ ഇറങ്ങി തിരിഞ്ഞാലും പരാജയം 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 അത് തന്നെ എൻ്റെ മുന്നിലുള്ളത്. താനൊരു കാര്യം ചെയ്യും, തൻ്റെ ആ പരാജയം എന്നുള്ള നിഘണ്ടു അടച്ചു മടക്കി കെട്ടി അങ്ങോട്ട് മൂലം കണ്ടിട്ട് എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പ്രവർത്തിപ്പിക്കുക. ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പ്രവർത്തിക്കണോടൂ. ഈ ജനങ്ങളുടെ ഇടയിലേക്കെന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത രീതിയിൽ മറ്റവൻ അമ്പിളിക്കൂട്ട കത്തി കയറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം ഞാൻ ഇനി എങ്ങനെ ഇറങ്ങും പ്രസിഡന്റ്? ഞാൻ പല പരിപാടിയും നോക്കി, ഒന്നും നടക്കണില്ല, എല്ലാം ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കുക. എടോ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി നല്ലപോലെ പ്രവർത്തിക്കണം. പ്രവർത്തിക്കാൻ ഒന്നാമത് പാർട്ടിക്ക് ഫണ്ടില്ല. ഫണ്ട് ഉണ്ടെങ്കിലല്ലേ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. എന്താണ് ഫണ്ട്? ഫണ്ടില്ല. ഫണ്ട് ഫണ്ട് കെട്ടിപ്പോയി. എടോ നമ്മളൊരു ഫണ്ട് ശേഖരിക്കുന്നു. എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിമ്പതി കിട്ടുന്നത് പണമില്ലാത്തവർക്ക് ചികിത്സിക്കാൻ വേണ്ടി ധനസഹായം ഏർപ്പെടുത്തുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ ജനങ്ങളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം. ആ പേരിലൊക്കെ നമ്മളിവിടെ പരമാവധി പിരിച്ച് ചികിത്സാ സഹായത്തിൻ്റെ പേരിൽ. ചികിത്സാ സഹായധനം നിങ്ങൾ ശേഖരിച്ചോ? മുമ്പൊക്കെ കുറേ പിരിവ് നടത്തി അവിടെ. അതൊക്കെ പാർട്ടിയുടെ മനസ്സിലായി. അത് പോട്ടെ, അത് വിട്. ഇതങ്ങനെയല്ല. ഇത് ശരിക്കും ഒന്നുകൂടി പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് പൂർവാധികം ഭംഗിയായി നമുക്കിത് കൈകാര്യം ചെയ്യണം. താൻ ഒരു ചികിത്സാ ധനസഹായ ഫണ്ട് ശേഖരിക്കും. അല്ല അതിപ്പം ആരുടെ പേരിൽ അത് ചെയ്യും? അതിന് ഈ നാട്ടുകാർക്ക് അറിയാവുന്ന ആരെങ്കിലും ധനസഹായം ആവശ്യപ്പെടുന്ന, ചികിത്സയ്ക്ക് വേണ്ടി ധനസഹായം ആവശ്യപ്പെടുന്ന ആർക്കെങ്കിലും വേണ്ടി ചെയ്യണം. അല്ല അങ്ങനെ വരുമ്പോൾ നമ്മളത് അയാൾക്ക് കൊടുക്കേണ്ടി വരില്ലേ? കൊടുക്കണം. പിന്നെ അങ്ങനെ പാർട്ടിക്ക് ഫണ്ട് വരും? എടോ പാർട്ടിക്ക് ഫണ്ടെന്ന് പറയാൻ അവർക്ക് കൊടുക്കുന്നതിന് കൃത്യമായിട്ട് അളവൊന്നുമില്ലല്ലോ. ഇതല്ലേ നാട്ടുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നാലും നമ്മളങ്ങനെ കൊടുക്കാൻ പോകുമ്പോൾ കൊടുക്കണം. കൊടുക്കണം. ഇതുവരെ നിങ്ങൾ കൊടുത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തോന്നുന്നത്. ഇതങ്ങനെയല്ല, കൊടുക്കണം. എന്തെങ്കിലും കൊടുക്കണം. കൊടുത്തിട്ട് വേണം നമുക്ക് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ. അപ്പോൾ ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടെത്തിയിട്ട് നമ്മളൊരു സഹായ ഫണ്ട് കൊള്ളാം അല്ലേ? അതാണ് നല്ലത്. അങ്ങനെ ബുദ്ധി ആലോചിക്കുക. അപ്പോൾ അത് ഇപ്പോൾ ആർക്കാണ് നമ്മൾ കൊടുക്കുക എന്നുള്ളത് അതൊരു പ്രശ്നമാണ്. അല്ല, ഒരു നിത്യരോഗിയായിട്ടൊരാളുണ്ട്. അതായത് എൻ്റെ അളിയനുണ്ടല്ലോ കനകൻ്റെ ഭാര്യയുടെ അച്ഛൻ കുറേ നാളായി വലിച്ചു കിടക്കുക. അയാൾക്കൊരു സഹായം കൊടുത്താലോ? എടോ ക്ലൈറ്റസേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയണം. എന്താ പ്രശ്നം? താനും തൻ്റെ അണികളും മണ്ടന്മാരാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അതെന്താ പ്രശ്നം? അങ്ങനെ ചോദിക്കാൻ കാര്യം? എടോ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തൻ്റെ തലയിലോട്ട് കയറിയിട്ടില്ലല്ലോ ഇതുവരെ. അല്ല ഇപ്പം നമുക്ക് അറിയാന്നുള്ള ഒരാളിനല്ലേ സഹായം കൊടുക്കാൻ പറ്റൂ. എടോ തൻ്റെ കുടുംബത്തിലുള്ളവർ തനിക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ജനങ്ങളെ കൊണ്ട് ആവശ്യമില്ല സംസാരിപ്പിക്കാനാണ്. ഇതിങ്ങനെയാണോ ഈ അണികൾ ശത്രുക്കളായി മാറുന്നത്? അതുകൊണ്ട് അത് പാടില്ല. നമ്മളുമായിട്ട് ഒരു ബന്ധവും പാടില്ല. അങ്ങനെ ഒരാളെ അന്വേഷിച്ച് നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളിന് പൈസ പിരിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സുഖമുള്ള ഏർപ്പാടല്ലേ പ്രസിഡന്റ്? എടോ പൈസ പിരിച്ച് മുഴുവനും കൊടുക്കണ്ടല്ലേ? അത്യാവശ്യം നിങ്ങൾക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ എടുത്തിട്ട് ബാക്കി കൊടുക്കണം. കൊടുത്തേ പറ്റും. നിങ്ങൾ ഇതുവരെ കൊടുക്കാതിരുന്നുകൊണ്ടായി ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അണികൾ നമ്മളോടൊപ്പം ഇല്ലാത്തത്. അപ്പോൾ പിന്നെ ഇനിയിപ്പം അങ്ങനെ ഒരു രോഗിയെ കണ്ടെത്താൻ സൈക്കിളിൽ നിന്ന് വീണിട്ട് ബാബു പക്ഷെ ബാബു മറ്റവൻ്റെ അണി അവരുടെ പാർട്ടിയുടെ ആളാണ്. അത് വേണ്ട. പിന്നെ ഇപ്പോൾ കൊടുക്കാൻ പറ്റിയൊരാൾ നമ്മുടെ യൂണിയനിലൊക്കെ ലോഡിങ്ങിൻ്റെ ഇതിൽ നിന്നൊരു പിന്നെ ചന്ദ്രനുണ്ട്. ചന്ദ്രൻ ഇപ്പോൾ കുറച്ച് മുമ്പ് അറ്റാക്ക് വന്നേ. ചന്ദ്രൻ യൂണിയനിലുണ്ടായിരുന്നു. 3 പെൺകുട്ടികളാണ്. എല്ലാം കെട്ടിക്കാറായിട്ടൊക്കെ നിൽക്കുന്ന കുട്ടികളാണ്. 3 പെൺകുട്ടികൾ? കെട്ടിക്കാറായി? അതെ. 2 എന്തായാലും ഉടനെ കെട്ടിക്കാനുള്ള ഇതായിട്ടുണ്ട്. ചന്ദ്രൻ എടോ നമ്മുടെ മുഖ്യ ശത്രു ആരായപ്പം? അതുതന്നെ അമ്പിളിക്കുട്ടൻ ആണല്ലോ. എടോ ഈ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതിന് ഈ മുള്ളിനെ മുള്ളെന്ന് പറയുമ്പോൾ ചന്ദ്രനെ കൊണ്ട് എന്ത് ചെയ്യാൻ അമ്പിളിക്കുട്ടനെ നമ്മൾ? എടോ ഈ ചന്ദ്രനെ കൊണ്ട് നമ്മൾ അമ്പിളിക്കുട്ടനാകുന്ന മുള്ളിനെ എടുക്കുന്നു. അതോ ചന്ദ്രന്റെ പര്യായം എന്നാ അമ്പിളിയുടെ പര്യായം ചന്ദ്രൻ. അപ്പൊ രണ്ടും ഒന്നല്ലേ? മുള്ളിനെ മുള്ള് അവിടെ മുള്ള് ഇവിടെ മുള്ളിനെ മുള്ളുകൊണ്ട് നമ്മൾ എടുക്കുന്നു. അമ്പിളിക്കുട്ടനെ നമ്മൾ ചന്ദ്രൻ എന്ന മുള്ളുകൊണ്ട് ഊതും. പിരിവിൻ്റെ കാര്യം ഞാൻ ഏറ്റു. പിന്നെ പ്രസിഡന്റേ, എങ്ങാനും ഇത് പരാജയപ്പെട്ട് പോയാൽ ഞാൻ ഉറപ്പായിട്ടും ഡൽഹിയിൽ വരും. എനിക്ക് അവിടെ ഒരു മുറി തരണം.
ഡൽഹിയിൽ എവിടെ മുറി? അതെ. എടോ ഇവിടെയുള്ള സകല പരാജയങ്ങളും അവിടെ ഇല്ലേ? ഞാൻ അവിടെ എവിടെയാണ് മുറി കിട്ടുന്നത്? താൻ ആ മുറിയുടെ കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ ഇപ്പം മറക്ക്. എടോ ഇതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് ആത്മാർത്ഥമായിട്ട് അവൻ മാഞ്ഞു പിടിച്ച് അതിലോട്ടങ്ങ് ഇറങ്ങുക. ഇത്തവണ വിജയം നമ്മുടെ പക്ഷത്താ. ഈ 2-3 പേരായിട്ട് കടയിൽ ചെന്ന പിരിവൊന്നും കിട്ടത്തില്ലെന്ന് പറഞ്ഞത്. ഒരാൾ 100 രൂപ വെച്ചെങ്കിലും നമ്മൾ മേടിക്കണം. എന്നാലല്ലേ 1 ലക്ഷം രൂപയെ നമ്മൾ ടാർഗറ്റ് ഇട്ടാലേ ഒരു 75,000 കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് നാളെ കുറച്ച് ആളുകൂടെ വേണം, എന്നാലേ കാര്യം നടരാജ. പിരിവ് അങ്ങോട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ. അതിന് മുമ്പേ പിന്നെ കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് സമയമാവട്ടെ കഴിക്കാൻ. ഈ അടങ്ങ് അയാൾ വിളിക്കുന്നുണ്ട്. എല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് ഡീൽ ചെയ്ത് കാര്യങ്ങൾ പറയണം. ചികിത്സയാണെന്നൊക്കെ ഒരു 500,000 രൂപ മേടിക്കണം. നോക്കി ക്രോസ് ചെയ്ത് വണ്ടി ആരാവട്ടെ. നമുക്ക് എന്തായാലും ഇത് കണ്ടിട്ട് വിളിക്കണമല്ലേ, എന്തായാലും കാര്യമായിട്ട് ചെയ്യാതിരിക്കില്ല. 250 എടുക്കാണ്ടോ? പോ മെനക്കെടുത്താനായിട്ട് ഒരുത്തവൻ രാവിലെ ഇറങ്ങിക്കോളും. വേറെ പണിയൊന്നും ഇല്ലടാ നിനക്ക്. ഒരുത്തന്നെ ചികിത്സാ സഹായം എന്ന് പറഞ്ഞാൽ ഇവനൊന്നും ഒരു മനസ്സറിവില്ല. മക്കറ്റ് കയ്യിലെടുത്ത് അപ്പം നടരാതിന് വിശക്കും. അപ്പൊ പറഞ്ഞു ഇപ്പൊ എനിക്കും വിശന്ന് തുടങ്ങി. എന്തായാലും പിരിവിത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമുക്ക് വല്ലതും കഴിക്കാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. നടരാജന്റെ വീട്ടിൽ പോയി കഴിക്കണം, ഞാൻ എന്റെ വീട്ടിൽ പോയി കഴിക്കും, നീ നിന്റെ വീട്ടിൽ പോയി കഴിക്കും, നീ നിന്റെ വീട്ടിൽ പോയി കഴിക്കും. ഇത് നമ്മളിപ്പോ സത്യസന്ധമായ ഒരുത്തിന് പിരിക്കാൻ ഇത് ചികിത്സാ സഹായം കൊടുക്കാൻ പിരിക്കലാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് കൈയിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് വീട്ടിൽ പോയി കഴിച്ചിട്ടാ. വീട്ടിൽ മട്ട ഇല്ലേ? ആ വെയിറ്റർ ഇന്നത്തെ വെയിറ്റർ ഞെണ്ണിയാൽ മതി. പോയി ചെല്ലി കഴിച്ചിട്ടാ ഞാൻ വിളിക്കാം കേട്ടാ. പോ കഴിച്ചിട്ട് പെട്ടെന്ന് വരണം, ഞാൻ വിളിക്കും. ആ ഇരുവെന്ന് പറഞ്ഞ പിന്നെ ഇവനൊക്കെ മട്ടണേ കഴിക്കും. കഷ്ടം. Alien versus Alien.